ഗൈസ്, വാലന്റൈൻസ് ഡേ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ? നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്നൊന്ന് കമന്റ് ചെയ്യൂ. ചുമ്മാ ഒന്ന് അറിയാനാണ്. എന്നെ പോലെ എപ്പോഴത്തെയും പോലെ ഒരു നോർമൽ ഡേ ആയവരുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്തോളി. തിന്നുക, റെസ്റ്റ് എടുക്കുക, പണിയെടുക്കുക, ഓരോ സ്ഥലത്ത് കറങ്ങി നടക്കുക, ഇതൊക്കെയായിരുന്നു കേട്ടോ എന്റെ വാലന്റൈൻസ് ഡേ. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ്, ചിക്കൻ കറി, കോഴിമുട്ട പുഴുങ്ങിയത്, ബുൾസൈ, പഴം, കായ വറുത്തത്, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ അടിച്ചു കയറ്റിയത്. ലഞ്ച് ആണെങ്കിൽ എഗെയിൻ ചിക്കൻ കറി, ചോറ്, പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, ചെമ്മീൻ പൊടി ചമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. ഇവിടെ മീൻകറിയും പച്ചക്കറിയും ഉറപ്പായിട്ടും വെക്കും. പക്ഷെ ചിക്കൻ ആണെങ്കിൽ അന്ന് ഒരേ ഒരു കറി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ ചിക്കൻ മേടിക്കുന്ന ദിവസങ്ങളിലാണ് പണി പെട്ടെന്ന് കഴിയുക. കാരണം ആ ഒരു ചിക്കൻ കറി മാത്രം വെച്ചാൽ മതിയല്ലോ. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഞാനും ചേച്ചി അമ്മയും കൂടെ അടുത്തുള്ള വട്ടപ്പറമ്പ് GLP സ്കൂളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെയാണെങ്കിൽ ഇന്ന് കെട്ടിട ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. അത് കാണാൻ വേണ്ടി പോയതാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് കേട്ടോ ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പായസം വിതരണം ചെയ്ത്. ചക്കരയാണെങ്കിൽ ഇവിടെ വെലസി നടക്കുന്നുണ്ട് കേട്ടോ. ശോഭേച്ചിയുടെയും ജ്യോതിയേച്ചിന്റെയും ഒക്കെ ഡാൻസ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നത്. പക്ഷെ വന്നത് കാര്യമായി, മക്കളുടെ ഡാൻസ് ഒന്നും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികളുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അവസാനമായിരുന്നു കേട്ടോ അവരുടെ ഡാൻസ്. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വട്ടപ്പറമ്പിലെ ജൂനിയർ കലാഭമണി എന്നറിയപ്പെടുന്ന ഷിനീഷ് ഏട്ടന്റെ പാട്ടുകൾ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ ഫാഷൻ ഷോ കൂടെ കണ്ട് ഞാൻ ഇങ്ങ് പോന്നു കേട്ടോ. നേരെ ഞാനും ഏട്ടനും കൂടെ പോയത് ഒരു ഉത്സവം കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണെങ്കിൽ എന്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് സെൽഫി ഒക്കെ എടുത്തിട്ടാണ് പോയത്. ഉണ്ണിയേട്ടന്റെ ഫ്രണ്ട് സച്ചുവിന്റെ അമ്മയുടെ തറവാട്ടിലാണ് ഉത്സവം. അവിടുത്തെ തെറയും വെടിക്കെട്ടൊക്കെ കണ്ട് ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. അങ്ങനെ അതൊക്കെ വയറ് നിറച്ച് കഴിച്ച് എന്റെ വാലന്റൈൻസ് ഡേ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.